ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മ ഒരു 3 മണിക്കെങ്കും ബാംഗ്ലൂർ പോവായിട്ട് റെഡി ആയിട്ട് നിന്നത്. സമയം ഇപ്പൊ നോമ്പറക്കാനായല്ലേ. ആടെ ഫോറൂമിൽ എത്തും. നോമ്പറക്കാൻ ഫോറൂമിലേക്ക് വീഡിയോയില് പറഞ്ഞിട്ടാലോ പറയുന്നുണ്ട്. എത്തിക്ക ഫോറൂമെന്ന് നോമ്പറക്കാം പറ്റും. അപ്പൊ ഇന്ന് കുറച്ച് പർച്ചേസും അപ്പൊ ഇന്ന് കുറച്ച് അധികം പർച്ചേസ് എല്ലാം ഉണ്ട്. ഈ പർച്ചേസ് എല്ലാം ആക്കാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നുള്ളത്. നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫോറൂം മാളിലേക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എത്തോ ഇല്ലേന്ന് എന്നെ വിചാരിച്ചുകൊണ്ടുണ്ടായിന്. ഫോറൂം മാളിലേക്ക് എത്തണമെന്ന് ഉണ്ടായിന്. അടുത്ത സ്റ്റാളെല്ലാം എന്തെല്ലാം ടൈപ്സ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത സ്റ്റാളിൽ നിന്ന് ഫുഡ് കഴിക്കുക, നോമ്പ് തുറക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായത്. അങ്ങനെ കറക്റ്റ് ടൈമില്ലെങ്കിൽ ഷാർപ്പ് അത്ര കറക്റ്റ് ടൈം നമ്മൾ എത്തിയാടെ. ബാങ്ക് കൊടുക്കാനിന് ആകെ കുറച്ച് സമയം ബാക്കിയുള്ളത്, 1 മിനിറ്റാണ് ബാക്കിയുള്ളത്. ആടെന്ന് പറഞ്ഞ് ഇഫ്താറിനതല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് അത് അപ്സ്റ്റേർ ഇത് എൻട്രൻസിൽ അപ്പം നമ്മൾ പാർക്കിങ്ങിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് തന്നെ കുറച്ച് നടക്കുമ്പോഴേക്ക് കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ ആടുന്ന് ആടുന്ന് എനിക്ക് പറയാനുള്ളത് റേറ്റെല്ലാം ചോദിച്ചിട്ട് എല്ലാ ഐറ്റംസ് എടുത്തോ. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ആക്കുന്നതിനേക്കാളും നല്ല എക്സ്പെൻസാണ് അവിടുത്തെ ഓരോ ഐറ്റംസിനും. നമ്മൾ ആ ഒരു റേറ്റ് നമ്മൾ എക്സ്പെക്റ്റേ ആക്കിയില്ല. ബില്ല് പറയുമ്പോഴേക്കും അത്ര റേറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കല്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആടുന്ന് ഒരു ചെമ്മീൻ്റെ ഒരു പീസ് എടുത്തിൽ ഒറ്റൊരു ചെമ്മീൻ, സിംഗിൾ ചെമ്മീനില്ലേ ഇത് 100 റുപ്പീസ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയാത്ത ഞാൻ 50 ഉണ്ടാവുന്നതിൽ എനിക്ക് 4 ചെമ്മീനെടുത്ത് 400 രൂപ. ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ടായിട്ട് ആ സാധനമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 400 രൂപ 300 രൂപയിന് 3 ചെമ്മീനെടുത്തിട്ട് 1 കിലോ ചെമ്മീനിട്ടിട്ടിന്. അപ്പോൾ അതാണ്. പിന്നെ ഇത് ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് സമയം മടിയാണെന്ന് വേറെ ഫില്ലായിട്ട് പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി വന്ന കാര്യം നടക്കണമല്ലോ. ഷിസി ട്രയലാക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ ഷിസിൻ്റെത്. ആക്ച്വലി 13-14 ഇയേഴ്സിൻ്റെ ആൾക്കെല്ലാം കിട്ടാൻ ഭയങ്കര പാട്. ഷിസിക്ക് കുറേ സെർച്ച് ആക്കിയിട്ടാണ് ഇപ്പോൾ ഒരു പാൻ്റ് ഒന്ന് സെറ്റായത്. എത്ര സെർച്ച് ആക്കി, എല്ലാ ഷോപ്പിലും സെർച്ച് ആക്കി. ഓക്ക് ഇവിടെ ഉള്ളതെല്ലാം ഭയങ്കര ഷോർട്ട് അല്ലേ, ഓക്ക് ഷോർട്ടല്ല വേണ്ടത്, ലെങ്ത്ത് വേണമെന്ന് പറയുന്നു. അപ്പോൾ ലെങ്ത്ത് കിട്ടുന്നില്ല, നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് നോക്കണം. ഇവിടെ ഏകദേശം ക്ലോസ് ആവാനായി. അപ്പോൾ നോക്കാം ഷിസിക്ക് എടുത്തിട്ട്. ഇതാണ് നമ്മൾ മെയിൻ. ഇത് നമുക്ക് നേരെ കിട്ടിയിട്ട. അപ്പം അത് നോക്കട്ടെ. എന്ത് വേണ്ടേ ഷെസ്ലാൻ? നോക്കാം എന്താ. ദിസ് ഈസ് നൈസ്. അല്ല ബിന്ദു ഉള്ളിലുള്ളത് മീൻ താക്കുന്നേ ഉറങ്ങിയതാ നീ ഇപ്പോ. ഓ എന്തോരു ആക്ടിങ്, എന്തോരു ആക്ടിങ്. ആ നല്ലുണ്ട്. വേണോ അങ്ങനെ വേണ്ട. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. ഇത് നീ എടുത്ത സെക്ഷനെ കാണുന്നില്ല. ഷെസ്ലാന്റെ ബാൻഡ് എന്തോ അതും പോയി. അത് വേണ ഷെസ്ലാന്, അത് വേണ്ടമ്മ വെറുതെ എടുക്ക. എന്തായി വൈബാണോ ഗൈസ്? നമുക്ക് വെന്തു. അതുകൊണ്ട് തന്നെ ബീൻ ബാഗിന്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ബീനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. മിസ്റ്റർ ബീൻ ഇരുന്ന് നിന്നെ കാണുന്നില്ല അവിടെ വ്ളോഗിൽ. ബാഗ് എടുക്കാൻ തോന്നുന്നു. നല്ല സുഖമുണ്ട്.
നല്ല ചാരിച്ച് പണാക്കിയിരിക്കാം നല്ല ഉണ്ട് ഷെയർ മീനെ കുത്തിയിട്ട് വരുമ്പോ മൂന്നാളും ഫില്ലായാലോ മോനെ ജാടയാണോ ബാ അത് നമ്മളെ പ്രൊഡക്റ്റ് അല്ലേ ഈ കാണുന്നത് ഹലോ അതെന്ത് കഥ എന്റെ പഴയ കാലം കോർണറിന്ന് ഈ സാധനത്തിലെല്ലാം ഞാൻ എത്രയോ കളിച്ച് കേട്ടോ ഒന്ന് പിന്നെ നേരെ ക്യാമറന്റെ ബാക്കി ഇങ്ങനെ ആക്കും നോ ഇത് വേണ പുതിനാട്ടിന് വേണ വേണ്ട വേണ്ട ഇങ്ങനെ പണ്ട് ഞാനും ഇങ്ങനെ വിളിച്ചോണ്ടുണ്ട് എല്ലാം നൊസ്റ്റ് അടിച്ച് അപ്പോൾ അത് കുരു കവർ ചെയ്തു ഇനി നമുക്ക് പോകാം ഇതിന്റെ പർച്ചേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അല്ലേ ശരി വീട്ടിലുള്ള ഞാൻ എടുത്തിട്ടാ എന്നോട് നീ എന്തൊക്കെ എടുത്തിട്ടാന്ന് ചോദിച്ചാ സ്റ്റാർട്ട് ആയിട്ടാണ് നോക്കുന്നുണ്ടല്ലേ നീ എടുത്തിട്ടേ ഇല്ല നീ എടുത്തിട്ടേ ടീഷർട്ട് എടുത്തിട്ട് അടുത്ത് സ്റ്റുഡിയോ എടുത്തിട്ടാ എടുത്തിന് വിചാരിക്കുന്നല്ല ബെൻത്ത് അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയ എന്ത് ഐറ്റംസ് നല്ലയില്ലേ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആക്ച്വലി ഞാൻ പോയത് ഈ ഷോപ്പിങ്ങിനാണ് മാത്രോ വലിയ കളക്ഷനൊന്നും ഇല്ല അപ്പോൾ നോമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിക്കും ഫസ്റ്റ് എന്നാ വേണ്ടെന്നറിയില്ല ഒന്നും ഇല്ലാത്ത അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇരിക്കാം ഇരുന്നിട്ട് കാണിച്ചു തരാം ഇത് സ്പെയർ എന്ന് എടുത്ത സാധനം പാവ് പിസ്സ ബേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പിസ്സ ബേസില് ഞാൻ പിസ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയില് എന്നോട് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിസ്സ ബേസ് എടുത്തതിന് ഇത് ഞാൻ സിറ്റി സെന്ററിന് സ്പെയർ എടുത്തതാണ് അപ്പൊ ഇത് ഇത് ഉണ്ടെങ്കിൽ നല്ല യൂസ് ആണ് നമുക്ക് പിന്നെ ഇതാ ഒരു ബോട്ടിൽ ഇത് ഷെയർ എടുത്തത് എന്തിനും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഐ മീൻ വെള്ളം കൂട്ടാനെന്ന് അറിയോ ഇത്ര വലുതെന്തിനെന്ന് അറിയില്ല അപ്പൊ ഒരു ഇതും നല്ല തന്നെ 150ക്കാണ് ഈ 3 ബോട്ടിൽ വരുന്നത് ഇത് ഓഫറിന് കിട്ടിയിട്ടാകുമ്പോൾ വാങ്ങിയതാണ് ഓ ഇത് ആൻറ്റിയും ഷെയറിൻ്റെ ഫേവറേറ്റ് ഷെയർ ഫസ്റ്റ് സ്റ്റാർട്ട് ആയത് പിന്നെ ഞാൻ അഡിക്റ്റ് ആയി പേയിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഷസാമിന് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുടിക്കാൻ ഇതെല്ലാം ആദ്യം കുടിച്ചിന് ഇത് ഞാൻ എടുത്ത എനിക്ക് ഒലേ ഫേസ് വാഷ് നോക്കട്ടെ ഞാൻ ഇത് ഇട്ടിട്ട് എൻ്റെ ഫേസ് എല്ലാം പോയി അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നു പിന്നെ സോപ്പ് പിന്നെ ആണ് ഓക്കെ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്റ്റൈൽ യൂണിയന്ന് ഇത് ഷസ്ലാനും ഷസാമിനെല്ലാം ടീഷർട്ട് ഷസ്ലാനും ഷസാമിനെല്ലാം ടീഷർട്ട് പിന്നെ ഇത് ഷെയ്ൻ്റെ ബ്രദറിന് ഷാസിന് ഇത് ഷാനിക്ക് അങ്ങനെ ഓരോരോ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതായില്ലേ പിന്നെ പർച്ചേസാണ് പിള്ളേർക്ക് അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കാണിച്ചു തരാം ഇതെല്ലോ പെരുന്നാളല്ലേ കോടി പെരുന്നാൾ ഷസാമിന് വരുമ്പോൾ ഷസ്ലാന് പിന്നെ ഒബ്വിയസ്ലി അമ്മ വാങ്ങും പിന്നെ അതാണ് ഈ ഐറ്റംസ്
ഇത് ഷെയറിന്റെ ബ്രദർ ഷാനിക്ക് വാങ്ങിയത് തന്നെ ഈ ഒരു ടീഷർട്ട്. പിന്നെ ഷീസിക്ക് 2 ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് ഷീസി ആരെന്ന് വിചാരിക്കുന്നുണ്ടാവും, ഷെയറിന്റെ സിസ്റ്റർ ഷീസിക്ക് 2 ടീഷർട്ട് ഇങ്ങനെ. പിന്നെ ഷെയ്ക്ക്. പിന്നെ ഞാൻ എപ്പോൾ യൂസ് ആക്കാനല്ല, ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നെയിൽ പോളിഷ് സ്വിമ്മിങ് ഭയങ്കര യൂസ് ആക്കാൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര എന്താ ആസായി കണ്ടിട്ടാ നമുക്കൊന്ന് ഇതൊന്ന് ഒരു വീഡിയോക്ക് ഇടാൻ. അങ്ങനെ റിമൂവർ മെയിനിന്, നെയിൽ പോളിഷ് മെയിനിന്. പിന്നെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇതിലേക്ക് ഷിമ്മർ ലിപ്സ്റ്റിക്ക്. ഇതും ട്രൈ ആയാൽ നമുക്ക് ഭയങ്കര ആസായി, അതും കൂടി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് സ്പ്രേ. ഊതിൻ്റെ ഇതെല്ലാം മീനിൻ്റെ സ്മെല്ലെല്ലാം ഷെയറിൻ്റെത് നമുക്കറിയുന്ന കഥയല്ല. ഓക്കെ, അപ്പോൾ അതായില്ലേ. ഇനി ഇത് ഉമ്മ പൊരക്ക് നിർത്തിയ പർച്ചേസാണ്. ഉമ്മാൻ്റെ സെക്ഷൻ. ഈ ഒരു ട്രേ മാർക്കറ്റ് 99 ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നോമ്പിപ്പോൾ തീരാനായി, സാധനം അല്ലെങ്കിൽ കൂട്ടിയിട്ടുണ്ടോ ഇതെല്ലാം നോമ്പ് തുറക്കുമ്പോൾ സ്നാക്സ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഐറ്റം, ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. കട്ട്ലറീസ് അതെല്ലാം ഇട്ട് വെക്കണം. പിന്നെ ഇതിന് നല്ല എക്സ്പെൻസ് ഉണ്ടാവും. ഇവിടെ മാർക്കറ്റ് 99 ആണെങ്കിലും ഈ അടുത്ത സാധനത്തിന് നല്ല ഹെവി ബില്ലായി. ഇതാ ഈ ഐറ്റം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോയതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ പെർച്ചേസിന് പോയത്, പക്ഷെ ഞങ്ങൾക്ക് ഒരു സാധനം ഇപ്പൊ എടുത്തിട്ടാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. ഒരു ടീഷർട്ടിന്റെ കണ്ടവും ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞെങ്കിൽ ആടെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 3:30 മണിക്ക് ഇറങ്ങിയിട്ട് ആടെ ഒരു 4-5 മണിയാകുമ്പോൾ എത്തിയിട്ട് കറങ്ങിയിട്ട് നോമ്പ് തുറന്നിട്ട് പർച്ചേസിലാക്കി വരാമെന്ന്. അത് ഇവിടുന്ന് പോയിട്ട് ആടെ കറക്റ്റ് 6:41 ബാങ്കെങ്കിൽ 6:39 ഞാൻ അവിടെ എത്തിയത്. പിന്നെ മൊത്തത്തിൽ ശടപടയായിരുന്നു. പിന്നെ നോമ്പ് തുറന്നിട്ട് ക്ഷീണം, അത് കഴിഞ്ഞ ഒരു 2 റൗണ്ട് നടന്ന് അപ്പം ഏകദേശം അവിടെ ക്ലോസ് ആവാനായിന്. അപ്പോൾ ഞങ്ങൾക്ക് പർച്ചേസ് കഴിഞ്ഞിട്ടാ. അപ്പോൾ നോക്കട്ടെ, പർച്ചേസ് ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്തത്. അത് എന്തെന്ന് വെച്ചില്ലെങ്കിൽ സിറാമിന് കഴിയുന്നുണ്ടായിട്ടാ. പിന്നെ ഞാൻ ബിസിയായി. പിന്നെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിനെല്ലാം ജോയിൻ ആയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് ഞാൻ അടുത്ത നാളത്തെ വീഡിയോയിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ്. ഇന്ന് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. നാളെ 2 ക്വസ്റ്റ്യൻ, അതിന് പകരം നാളെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിഞ്ഞാൻ്റെ ആൻസറും അതിൽ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ആയിക്കോ, ബെല്ലൈക്കണ് അമർത്തി പൊട്ടിച്ചോ, എല്ലാവർക്കും ഷെയർ ആയിക്കോ, കമന്റ് ആയിക്കോ. ഓക്കെ, ബൈ.